നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ പവിത്ര വാക്യ സംഹിതയുടെ പരമ ഉത്കൃഷ്ടത, ഇതിൻ്റെ പവിത്രത, ഇതിൻ്റെ വൈശിഷ്ട്യം, ഇതിൻ്റെ സത്യസന്ധത, ഇതിൻ്റെ തെറ്റിക്കൂടായ്മ, ഇതിൻ്റെ ദിവ്യത്വം, ഇതിൻ്റെ അപ്രമാദിത്വം, ഇതിൻ്റെ ദിവ്യത്വം, ഇതിൻ്റെ അതുല്യത എവിടെയാണ് ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്? സത്യവും സങ്കല്പവും സമ്മിശ്രമാക്കി സമ്മേളിപ്പിച്ച് മനുഷ്യന്റെ മുൻപിലെ ഇലയിൽ വിളമ്പി വയ്ക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ ശക്തിയുള്ള ഈ ജീവന്റെ വചനത്തിന്റെ അതുല്യത സ്ഥിതി ചെയ്യുന്നത് ഒരുപിടി തത്വചിന്തകളിലല്ല, ഒരു ആളത്വത്തിലാണ്. ബുദ്ധൻ മരിച്ചാലും ബുദ്ധന്റെ ആശയമുണ്ടെങ്കിൽ ആ മാർഗത്തിന് നിലനിൽപ്പുണ്ട്. ജൈനൻ മരിച്ചാലും ജൈനന്റെ ആശയമുണ്ടെങ്കിൽ ആ മാർഗത്തിന് നിലനിൽപ്പുണ്ട്. ഗുരുനാനാക്ക് മരിച്ചാലും അദ്ദേഹത്തിന്റെ ആശയമുണ്ടെങ്കിൽ സിഖ് മതത്തിന് നിലനിൽപ്പുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ ആശയമല്ല ക്രിസ്തു മാർഗത്തിന്റെ അടിത്തറ. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇത്രയും ദൈവമക്കൾ ഇവിടുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തേജസ്സോടെ തൃക്കരങ്ങളം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്കായി മധ്യസ്ഥത അണയ്ക്കുന്ന നമ്മുടെ രക്ഷകന്റെ ആളത്വത്തിലാണ് ഈ മാർഗം അടിത്തറയിട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മാർഗം ഈ രക്ഷകന്റെ ആളത്വത്തിലാണ് അടിത്തറയിട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. നമുക്ക്